ആശാ വർക്കേഴ്സിന് ഓണറേറിയം നൽകുന്നതിൽ സർക്കാർ കൊണ്ടുവന്ന ഉപാധികൾ കടുത്ത വഞ്ചന എന്ന് സമരസമിതി. ഓണറേറിയം നൽകുന്നതിൽ കൊണ്ടുവന്ന മാനദണ്ഡം പിൻവലിക്കുമെന്ന് സർക്കാർ ഉറപ്പു നൽകിയതാണ്. സർക്കാർ സമരത്തിൽ ഏർപ്പെട്ടവരോട് പക വീട്ടുകയാണെന്ന് സമരസമിതി നേതാവ് വി.കെ. സദാനന്ദൻ ആരോപിച്ചു. 7,500 രൂപ 7,000 രൂപ പോലും ജീവിക്കാൻ പറ്റില്ല. അത് വർദ്ധിപ്പിക്കാനുള്ളതാണ് ആവശ്യം. അപ്പോഴാണ് ഉണ്ടായിരുന്നത് നേരെ കുറച്ച് നേരത്തെയുള്ള മാനദണ്ഡം അനുസരിച്ചിട്ട് ഒരെണ്ണം പൂർത്തീകരിച്ചില്ലെങ്കിൽ 700 രൂപ കട്ടാവുള്ളൂ, അല്ലെങ്കിൽ 2 എണ്ണം പൂർത്തീകരിച്ചില്ലെങ്കിൽ 1,400 കട്ടാവുള്ളൂ. അങ്ങനെയൊക്കെയാണ് കട്ടായിക്കൊണ്ടത്. പക്ഷേ ഇപ്പോൾ വന്നിരിക്കുന്ന ഒറ്റയടിക്ക് 3,500 കട്ടാവുകയാണ് ചെയ്തത്. 3,500 മാത്രമേ ലഭിക്കുള്ളൂ എന്നർത്ഥം. ഇത് അങ്ങേയറ്റം വഞ്ചനയാണ്. ആശാവർക്കർമാർ അതിഭയങ്കരമായ സാമ്പത്തിക പ്രതിസന്ധിയും ബുദ്ധിമുട്ടും അനുഭവിക്കുന്ന ഈ സന്ദർഭത്തിൽ ഇങ്ങനെ ഒരു നടപടി എടുത്തിരിക്കുന്നത്, കിട്ടായിരുന്ന 7,000 രൂപയും 3,500 വെട്ടിക്കുറച്ചത് അങ്ങേയറ്റം ദ്രോഹമാണ്, വഞ്ചനയാണ്. ആശാ വർക്കേഴ്സ് സമരയാത്രയുടെ സമാപനം ഈ മാസം 18 മാറ്റിയെന്നും സമരസമിതി അറിയിച്ചു. മേഘന മുരളിയുണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. മേഘന, വിവരങ്ങൾ. ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ നടത്തുന്ന അനിശ്ചിതകാല സമരം ഇന്ന് 113-ാം ദിവസമാണ്. കഴിഞ്ഞ 113 ദിവസങ്ങളായി അവർ സമരം ചെയ്യുന്നത് പോലെ തന്നെ ഒരു സമരയാത്ര സംഘടിപ്പിച്ചാണ് ഇപ്പോൾ സമരം മുന്നോട്ട് പോകുന്നത്. അതിൽ പ്രധാനമായും ആദ്യഘട്ടത്തിൽ തന്നെ ഇവരുടെ ആവശ്യം എന്ന് പറയുന്നത് ഓണറേറിയം വർദ്ധിപ്പിക്കുക, അതുപോലെ തന്നെ വിരമിക്കൽ ആനുകൂല്യം നൽകുക, പെൻഷൻ നൽകുക എന്നുള്ളതായിരുന്നു ഈ സമരക്കാരുടെ ആശാപ്രവർത്തകരുടെ ആവശ്യം എന്ന് പറയുന്നത്. എന്നാൽ ഇന്ന് ആശാപ്രവർത്തകർ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ആരോപണം എന്ന് പറയുന്നത് ഈ 7,000 രൂപയിൽ നിന്ന് ഓണറേറിയം വർദ്ധിപ്പിക്കുക എന്നുള്ളതായിരുന്നു ഇവരുടെ സമര ആവശ്യം. പക്ഷേ ഇപ്പോൾ ഈ ഏപ്രിൽ മാസത്തിൽ ലഭിച്ച ഓണറേറിയം അത് 7,000-ൽ നിന്നും പകുതിയായി 3,500-ലേക്ക് എത്തി എന്നുള്ളതാണ് പ്രധാനമായും ആശാപ്രവർത്തകർ പറയുന്നത്. അവരുടെ ഈ സംഘടനാ ഭാരവാഹികളടക്കം പറയുന്നത്. അതിൽ പ്രധാനമായും പറയുന്നത് ഈ 3,500 രൂപ എന്ന് പറയുന്നത് അവർക്ക് ഒരിക്കലും വലിയ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാക്കുന്നുണ്ട്. കൂടാതെ 3,500 രൂപ എന്ന് പറയുന്നത് അവർക്ക് ഒരിക്കലും താങ്ങാനാവാത്ത, അല്ലെങ്കിൽ അവർക്ക് അതിനേക്കാളും രൂപ ലഭിക്കണം, അല്ലെങ്കിൽ 7,000-നെക്കാളും രൂപ ലഭിക്കണം എന്നുള്ളതായിരുന്നു അവരുടെ ആവശ്യം. പക്ഷേ അത് നടപ്പിലാക്കുന്നില്ല, സർക്കാർ വഞ്ചിക്കുന്നു എന്നുള്ളതാണ്. അതിൽ ഈ വേരിയബിൾ ഇൻസെന്റീവിൽ 500 രൂപയിലും താഴെയുള്ള ആശാപ്രവർത്തകർക്കാണ് ഇത്തവണ ഏപ്രിലിൽ ലഭിച്ച ഓണറേറിയം 3,500 രൂപ മാത്രമായി ചുരുങ്ങിയിട്ടുള്ളത്. അതിലാണ് വലിയ രീതിയിൽ ആശാപ്രവർത്തകരും ഈ സംഘടനയും പ്രതിഷേധം പറയുന്നത്. അതുപോലെ തന്നെ മുഖ്യമന്ത്രി തങ്ങളെ കൈയൊഴിഞ്ഞു. ഇതിൽ ഓണറേറിയത്തിന്റെ എല്ലാ മാനദണ്ഡങ്ങളും പിൻവലിക്കുമെന്ന് സർക്കാർ ഉറപ്പ് നൽകിയതാണ്. പക്ഷേ ആ ഉറപ്പും പാലിക്കപ്പെട്ടിട്ടില്ല. ആ ഉറപ്പ് ലംഘിച്ചിട്ടാണ് ഇത്തരത്തിൽ ഈ ഒരു മാനദണ്ഡം കൊണ്ടുവന്ന് ഈ ഇൻസെന്റീവിനെയും ഓണറേറിയം വർധനയും കൂട്ടിക്കെട്ടിക്കൊണ്ട് 3,500-ലേക്ക് ഈ ഓണറേറിയം കുറഞ്ഞത് എന്നുള്ളതാണ് ആശാപ്രവർത്തകരും സംഘടനയും പ്രധാനമായും പറയുന്നത്. അതിൽ വലിയ പ്രതിഷേധം സംഘടിപ്പിക്കും. അവർ വലിയ സാമ്പത്തിക ബുദ്ധിമുട്ടിലാണെന്നും ആശാപ്രവർത്തകർ പറയുന്നു. അതോടൊപ്പം തന്നെ ഈ നിലമ്പൂർ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് തങ്ങളുടെ ആശമാരുടെ സമരം അത് ഈ നിലമ്പൂർ തിരഞ്ഞെടുപ്പിനെ അടക്കം പ്രതിഫലിക്കും. അത് തിരഞ്ഞെടുപ്പിലടക്കം പ്രതിഫലിക്കും. ആശമാരുടെ സമരം വിജയത്തിലെത്തണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് നിലമ്പൂരിലെ വോട്ടർമാരെന്നും ഈ ആശാപ്രവർത്തകർ പറയുന്നു. അതുപോലെ തന്നെ ഇതിൽ ഈ 14-ാം തീയതി ജൂൺ 14-ന് തിരുവനന്തപുരം ജില്ലയിൽ പ്രവേശിച്ച് ജൂൺ 17-ന് അവസാനിക്കുന്ന രീതിയിലായിരുന്നു ഈ സമാപന സമ്മേളനം ഉണ്ടായിരുന്നത് ഈ സമരയാത്രയുടെ. എന്നാൽ അത് ജൂൺ 18-ലേക്ക് മാറ്റിയതായും സംഘടന ഇപ്പോൾ അറിയിക്കുന്നുണ്ട്. ശരി, മേഘന മുരളിയാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്.